ഡയറക്റ്റ് ഇമേജ് എന്ന് വെച്ചാൽ എന്താണ്, ഇൻവേഴ്സ് ഇമേജ് എന്താണ്, ഈ 3 കാര്യങ്ങളാണ് ഈ സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇതുപയോഗിച്ച് 2-3 പ്രോബ്ലംസും കൂടി ഈ സെഷനിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. സോ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഫങ്ഷൻസ്, അതിൻ്റെ ഡെഫിനിഷൻ, ഡയറക്റ്റ് ഇമേജ്, ഇൻവേഴ്സ് ഇമേജ്, ദെൻ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദിസ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഫങ്ഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എ ക്രോസ് ബി ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. എയും ബിയും 2 സെറ്റുകളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ ക്രോസ് പ്രൊഡക്റ്റ് എ ക്രോസ് ബി. വാട്ട് ഇസ് എ ക്രോസ് ബി? ക്രോസ് പ്രൊഡക്റ്റ് മീൻസ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. That is equal to set of all ordered pair AB where A belongs to capital A and B belongs to capital B. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഐ എം ടേക്കിംഗ് A as set 1, 2, 3 and B as set A, B. Then A cross B is set 1A, 1B, 2A, 2B, 3A, 3B. ഇതിൻ്റെ ഒരു സബ്സെറ്റ് ഞാൻ എടുക്കണം. ആ സബ്സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ ഞാനിപ്പോൾ എഫ് എന്നുള്ള പേര് ഉപയോഗിച്ചു എന്ന് കരുതുക. ഈ എഫ് ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് എലമെൻറ്റ് 1 ആകുന്ന ഒരാളെ ഞാൻ ഈ സെറ്റിലേക്ക് എടുക്കുകയുള്ളൂ. അതെനിക്ക് വേണമെങ്കിൽ 1A എടുക്കാം, അല്ലെങ്കിൽ 1B എടുക്കാം. സോ ഐ എം ടേക്കിംഗ് 1B. ദെൻ അടുത്തതായിട്ട് ഞാൻ പിന്നെ ഫസ്റ്റ് എലമെൻറ്റ്, ഞാൻ എയിൽ അടുത്ത എലമെൻറ്റ് ആരാന്ന് നോക്കി, 2 ആണ്. ഫസ്റ്റ് എലമെൻറ്റ് 2 ആകുന്ന 2 പേര് ഇവിടെ ഉണ്ട്. അതിൽ നിന്നും ഞാൻ ഒരാളെ സെലക്ട് ചെയ്യുന്നുള്ളൂ. സോ ഐ എം ടേക്കിംഗ് 2A. അതുപോലെ ഫസ്റ്റ് എലമെൻറ്റ് 3 ആകുന്ന ഒരാളെ ഞാൻ സെലക്ട് ചെയ്യുന്നു, സേ 3B. ഇതോടെ ഞാൻ അവസാനിപ്പിച്ചു. ഇപ്പോൾ നോക്കുക, എയിലുള്ള 1 ഫസ്റ്റ് എലമെൻ്റായി വരുന്ന ഒരാൾ ഇവിടെയുണ്ട്, 2 ഫസ്റ്റ് എലമെൻ്റായി വരുന്ന ഒരാൾ ഇവിടെയുണ്ട്, 3 ഫസ്റ്റ് എലമെൻ്റായി വരുന്ന ഒരാൾ ഇവിടെയുണ്ട്. വേറൊരു രീതി പറയുകയാണെങ്കിൽ 1 ഫസ്റ്റ് എലമെൻ്റ് ആകുന്ന ഒരാളെ ഇവിടെ ഉള്ളൂ, 2 ഫസ്റ്റ് എലമെൻ്റ് ആകുന്ന ഒരാളെ ഇവിടെ ഉള്ളൂ, അതുപോലെ 3 ഫസ്റ്റ് എലമെൻ്റ് ആകുന്നതും ഒരാളെ ഇവിടെ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരു സെറ്റിനെ എനിക്ക് എ ഫങ്ഷൻ ഫ്രം എ ടു ബി എന്ന് വിളിക്കാം. ഫങ്ഷൻ ഫ്രം എ ടു ബി. അപ്പോൾ ഇതെനിക്ക് ഇങ്ങനെ എഴുതാൻ വേണമെങ്കിൽ, ഇതാണ് എൻ്റെ എ 1, 2, 3. ദിസ് ഇസ് മൈ ബി, എ ബി. ഐ ഹാവ് ടേക്കൺ 1B എടുത്തിട്ടുണ്ട്, ഞാൻ 2A എടുത്തിട്ടുണ്ട്, 3B എടുത്തിട്ടുണ്ട്. ഓക്കെ, ദിസ് ഇസ് എ ഫങ്ഷൻ ഫ്രം എ ടു ബി. അപ്പോൾ നോട്ട് ചെയ്യേണ്ടത് ഇതാണ്, എയിലുള്ള എല്ലാത്തിൽ നിന്നും ഇങ്ങോട്ട് ആരോ പോയിട്ടുണ്ടാകണം. ബിയിലേക്ക് ഈ 1ൽ നിന്ന് ബിയിലുള്ള ഏതെങ്കിലും ഒന്നിലേക്ക് ആരോ പോകാവൂ, 2ൽ നിന്നും ഒരെണ്ണത്തിലേക്ക് പോകാവൂ, 3ൽ നിന്നും ഒരെണ്ണത്തിലേക്ക് പോകാവൂ. സോ നമുക്ക് ഫങ്ഷനെ ഇങ്ങനെ പറയാം, എ ഫങ്ഷൻ എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് A cross B, where A cross B is set of all ordered pair AB, where A element of capital A and B element of capital B, such that for all A element of capital A there exists exactly one B in capital B, such that ordered pair AB belongs to F. എയിലുള്ള ഓരോരുത്തർക്കും ഒരു BA ക്യാപിറ്റൽ ബിയിൽ ഉണ്ടാകാവൂ, സച്ച് ദാറ്റ് ഓർഡേർഡ് പെയർ എ ബി ഈസ് ഇൻ എഫ്. ഇങ്ങനെ നമുക്ക് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. കുറച്ചും കൂടി നമുക്കറിയുന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം,
a function f from a to b is a rule which assigns to each a in a unique b in capital B. ഇങ്ങനെയും നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇത് ഫംഗ്ഷൻ്റെ ഒരു ഡെഫിനിഷനാണ്. ദെൻ അടുത്തതായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് എന്താണ് ഡയറക്റ്റ് ഇമേജ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ഡയറക്റ്റ് ഇമേജ് ഓഫ് എ ഫംഗ്ഷൻ? ഓക്കെ, അതിന് ഈ സബ്സെറ്റ് ഓഫ് എ ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഫംഗ്ഷൻ ഫ്രം എ ടു ബി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എ എന്ന് പറയുന്ന സെറ്റിനെ ഡൊമെയിൻ ഓഫ് എഫ് എന്ന് വിളിക്കും. അതുപോലെ ബി എ കോഡൊമെയിൻ എന്ന് വിളിക്കും. എ ഈസ് ഡൊമെയിൻ ഓഫ് എഫ് ആൻഡ് ബി ഈസ് കോഡൊമെയിൻ ഓഫ് എഫ്. ഇനി നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇമേജ് എന്താണെന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ഇമേജ് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ് നമ്മൾ. ഡയറക്റ്റ് ഇമേജ് എഫ് ഈസ് ഫ്രം എ ടു ബി. എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. ഇതിൽ ഡൊമെയിനായ എയുടെ ഒരു സബ്സെറ്റാണ് ഇ എന്ന് വിചാരിക്കുക. ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അപ്പോൾ ഡയറക്റ്റ് ഇമേജ് ഓഫ് ഇ അണ്ടർ എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുക എഫ് ഓഫ് ക്യാപിറ്റൽ ഇ എന്നാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് വേർ എക്സ് ബിലോങ്സ് ടു ഇ. അതായത് ഇ എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാവരുടെയും ഇമേജുകളെ ഒന്നിച്ചെടുക്കുക. എല്ലാവരുടെയും ഇമേജിൻ്റെ സെറ്റ്, അതാണ് ഡയറക്റ്റ് ഇമേജ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഐ ആം ഡിഫൈനിങ് എ ഫംഗ്ഷൻ എഫ് ഫ്രം 1 2 3 ടു സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഇവിടെ 3 പേരുള്ള എൻ്റെ ഡൊമൈനിൽ ടു സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഞാൻ ഇ ആയിട്ട് എടുത്തിരിക്കുകയാണ് സെറ്റ് 1 2. അപ്പോൾ ഇത് ഡൊമെയിനിൻ്റെ സബ്സെറ്റാണ്. വാട്ട് വിൽ ബി എഫ് ഓഫ് ഇ? എഫ് ഓഫ് ഇ എന്ന് പറയുമ്പോൾ ഇയിലുള്ള 1ൻ്റെ ഇമേജ് ആരാ നോക്കാം. ഞാൻ ഫംഗ്ഷൻ പറഞ്ഞില്ല. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇതാണ് ഞാൻ എടുക്കുന്ന ഫംഗ്ഷൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. സോ എഫ് ഓഫ് ഇ മീൻസ് 1 സ്ക്വയർ 2 സ്ക്വയർ. ദാറ്റ് മീൻസ് 1 4. അപ്പോൾ ഇവിടെ ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാത്തിൻ്റെയും ഇമേജ് അപ്പുറത്തുണ്ടാവണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് ഇമേജ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത് ഇൻവേഴ്സ് ഇമേജ് ആണ്. ഇൻവേഴ്സ് ഇമേജ്, അതിന് വീണ്ടും എഫ് ഫ്രം എ ടു ബി ഒരു ഫംഗ്ഷൻ ആണെന്ന് എടുത്തു. ഇവിടെ ഞാൻ സേ ജി എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് എടുക്കുകയാണ്. ഈ സബ്സെറ്റ് എടുക്കുന്നത് എയുടെ അല്ല ബിൻ്റെയാണ്, അതായത് കോഡൊമെയിനിൻ്റെ സബ്സെറ്റാണ് ഞാൻ എടുക്കുന്നത്. ഇനി വാട്ട് ഈസ് ഇൻവേഴ്സ് ഇമേജ് ഓഫ് ജി അണ്ടർ എഫ്? ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക എഫ് ഇൻവേഴ്സ് ഓഫ് ജി എന്നാണ് ഡിഫൈൻ ചെയ്യുക. എഫ് ഇൻവേഴ്സ് ഓഫ് ജി. ഓക്കെ, എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഈസ് ഡിഫൈൻഡ് ആസ് സെറ്റ് ഓഫ് ഓൾ എക്സ് ഇൻ എ whose ഇമേജിനെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്നാണ് പറയുക. എഫ് ഓഫ് എക്സ് ഈസ് ഇൻ ജി.
അപ്പോൾ ഇത് എയുടെ സബ്സെറ്റാണ്. നേരെ മറിച്ച് നമ്മുടെ ഡയറക്റ്റ് ഇമേജ് എന്ന് പറയുന്നത് ബിൻ്റെ സബ്സെറ്റാണ്. ഓക്കെ, ഇവിടെ ഇത് എയുടെ സബ്സെറ്റാണ് ഇൻവേഴ്സ് ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ തന്നെ നമുക്ക് വേണമെങ്കിൽ നേരത്തെ അതേ എക്സാമ്പിൾ എടുക്കാം. സപ്പോസ് ഐ എം ടേക്കിംഗ് എഫ് ഫ്രം n to n, natural numbers to natural numbers, f of x equal to x square. ഓക്കെ, ഇനി ഞാൻ ജി ആയിട്ട് എടുക്കുകയാണ് 1 2 etc 100, 1 2 etc 100. I have to find what is f inverse of g. അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്, ഏതൊക്കെ നാച്ചുറൽ നമ്പറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ സ്ക്വയർ ആണ്. അപ്പോൾ ഏതൊക്കെ നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയറാണ് ജിയിലുള്ളത്, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഞാൻ ഓരോരോ നാച്ചുറൽ നമ്പറായിട്ട് എടുത്തു. 1 സ്ക്വയർ, 1 സ്ക്വയർ ഇസ് ഹിയർ. 2 സ്ക്വയർ, 2 സ്ക്വയർ ഇസ് 4 ജിയിലുണ്ട്. സോ ഐ ക്യാൻ ടേക്ക് 2 ഹിയർ. ഇനി 3 സ്ക്വയർ ഇസ് 9 ജിയിലുണ്ടോ? ഉണ്ട്. അപ്പോൾ എനിക്ക് 3 ഇവിടെ എടുക്കാം. അതായത് 3യുടെ ഇമേജ് ഇവിടെ ഉണ്ട്. 4ൻ്റെ ഇമേജ് 16 അതിവിടെ ഉണ്ട്. സോ 4 ഇസ് ഹിയർ. 5ൻ്റെ ഇമേജ് 25 അതും ജിയിലുണ്ട്. സോ ഐ ക്യാൻ ടേക്ക് 5 ഹിയർ. ഇങ്ങനെ 6ൻ്റെ ഉണ്ട്, 36 അവിടെ ഉണ്ട്. 7ൻ്റെ സ്ക്വയർ 49 ഉണ്ട്. 8ൻ്റെ 64 ഉണ്ട്. 9ൻ്റെ 81 ഉണ്ട്. 10ൻ്റെ 100 ഉണ്ട്. 100 ഉണ്ട്. സോ 1 തുടങ്ങി 100 വരെയുള്ള എല്ലാവരുടെയും ഇമേജ് എൻ്റെ ജിയിലുണ്ട്. സോ മൈ എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇസ് 1 2 3 4 etc 10 വരെ. ക്ലിയർ? അല്ലാതെ നമ്മൾ ജിയിലുള്ള എല്ലാവരുടെയും ഇൻവേഴ്സ് ഇവിടെ എടുത്തിടുകയല്ല ചെയ്യുന്നത്, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. സോ ഇൻവേഴ്സ് ഇമേജ്, ഡയറക്റ്റ് ഇമേജ്, ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സെഷൻ നീണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രോബ്ലംസ് അടുത്തതിൽ ചെയ്യണം കേട്ടോ. സോ നന്നായിട്ട് ഡെഫിനിഷൻസ് പഠിക്കാം, എന്നിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം.